ഹലോ. അപ്പോൾ നമുക്കിന്ന് രാവിലെ ഒരു മസാല ദോശ ഉണ്ടാക്കിയാലോ? പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ താളിക്കാനായിട്ടുള്ള ഉഴുന്നും ഇല്ലായിരുന്നു. പിന്നെ കൂട്ടത്തിലിടാനുള്ള ഇഞ്ചി ഇല്ലായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ നമുക്കൊരു മസാല ദോശ അങ്ങ് സെറ്റാക്കി കളയുന്നേ. ഇന്ന് ആദിൽ സ്കൂളിൽ നിന്ന് ചോറ് കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് രാവിലെ മസാല ദോശ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ മസാല ദോശയ്ക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കടുക് താളിച്ച് അതിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ടു. പിന്നെ ഈ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, സവാള ഇട്ട് കൊടുത്തു. നല്ലോണം വശക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് ഒന്നുകൂടെ വശക്കി കേട്ടോ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ദോശ ചുടലാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് അപ്പുറത്തെ ചട്ടിയിലിരുന്ന് വേകുന്നത് ഉച്ചത്തേക്കുള്ള മീൻ കറിയാണ്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ജോലികളെല്ലാം തീർത്താൽ ഉച്ചത്തേക്ക് ഇനി പരിപാടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ അതും കൂടെ അങ്ങ് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ ദോശ നന്നായി പരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നക്കിയായ ഞാനാണെങ്കിൽ ഇതാ ഒരു 10 രൂപയുടെ കവർ നെയ്യ് വാങ്ങിച്ചിട്ടാണ് ഈ വേലത്തരം അത്രയും കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവന് മാത്രം മതിയല്ലോ, അതുകൊണ്ടുള്ള ഇതാണേ. അങ്ങനെ നെയ്യെല്ലാം തേച്ച് മറിച്ചിട്ടതിന് ശേഷം ഒന്നും കൂടി തിരിച്ചിട്ടു അതിലേക്ക് മസാല അങ്ങോട്ട് വെച്ച് കൊടുക്കണം. മസാല വെച്ച് കൊടുത്ത് നല്ലോണം മടക്കി എടുക്കണം കേട്ടോ. മടക്കിയെടുത്ത് ഒന്നുകൂടെ ചൂടാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ മസാല ദോശ തയ്യാറാവേ. അങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം. മടക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ അത് പുറത്തോട്ട് ചാടുന്നുണ്ട്. പിന്നെ കൈയും കൂടെ വെച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് മടക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ നല്ലോണം മൂത്ത് പോയി, തീ ഇത്തിരി കൂടുതലായിരുന്നേ. അതെല്ലാം കഴിച്ചിട്ട് അവന് വേണ്ടിയിട്ടുള്ള ദോശയെല്ലാം ചുട്ട് വെച്ച് കണ്ടോ, അതിനകത്ത് മസാല ഇരിക്കുന്നത്. ഇനിയൊന്ന് പിച്ച് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.